മനുഷ്യന്റെ ജീവിതത്തിൽ വിജയവും പരാജയവും നിർണയിക്കുന്നത് അവൻ ചിന്തിക്കുന്ന രീതിയാണ്. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ടാളുകൾക്ക് ഒരുപോലെ അവസരങ്ങൾ ഉണ്ടായാലും ഒരാൾ വലിയ ഉയരങ്ങൾ കൈവരിക്കുമ്പോൾ മറ്റൊരാൾ സാധാരണ നിലയിൽ തന്നെ തുടരുന്നത് നമ്മൾ എപ്പോഴും കാണുന്നു. ഈ വ്യത്യാസത്തിന്റെ അടിസ്ഥാനം അവരുടെ മനസ്സിലെ ചിന്തകളും വിശ്വാസങ്ങളും തന്നെയാണ്. മനുഷ്യന്റെ ചിന്തകൾ അവന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ദിശയെ നിർണയിക്കുകയും ചെയ്യുന്നു. ഈ സത്യത്തെ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു പ്രചോദന ഗ്രന്ഥമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഈ ഗ്രന്ഥത്തിൽ ഡേവിഡ് ജെ ഷോർട്സ് മനുഷ്യന്റെ ചിന്തയുടെ ശക്തിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. വലിയ നേട്ടങ്ങൾ നേടാൻ അത്ഭുതകരമായ കഴിവുകൾ അനിവാര്യമല്ല, ശരിയായ മനോഭാവവും ആത്മവിശ്വാസവും വലിയ രീതിയിൽ ചിന്തിക്കാനുള്ള ധൈര്യവുമാണ് പ്രധാനം എന്ന് ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. മനുഷ്യൻ തന്റെ മനസ്സിലെ സംശയങ്ങളും ഭയങ്ങളും മറികടക്കുമ്പോൾ അവന്റെ മുന്നിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വളർത്താൻ കഴിയാത്തതുകൊണ്ടാണ് പലർക്കും അവരുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയാതെ പോകുന്നത്. ഈ ഗ്രന്ഥം മനുഷ്യനെ ആദ്യം സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ കഴിവുകളെ എത്രത്തോളം വിശ്വസിക്കുന്നു, പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഓഡിയോ വിശദീകരണം ആ ഗ്രന്ഥത്തിലെ പ്രധാന ആശയങ്ങളെ 4 ഭാഗങ്ങളിലായി അവതരിപ്പിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തിൽ ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യവും ഭയങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങളും വിശദീകരിക്കുന്നു. രണ്ടാം ഭാഗം വലിയ രീതിയിൽ ചിന്തിക്കുന്നതിന്റെ ശക്തിയും സൃഷ്ടിപരമായ മനോഭാവവും മനുഷ്യന്റെ വളർച്ചയിലുണ്ടാക്കുന്ന സ്വാധീനം പരിശോധിക്കുന്നു. മൂന്നാം ഭാഗം മനുഷ്യന്റെ ചുറ്റുപാടുകളും മനുഷ്യബന്ധങ്ങളും അവന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നാലാം ഭാഗത്തിൽ പ്രവർത്തനം, ലക്ഷ്യബോധം, നേതൃത്വചിന്ത എന്നിവയുടെ പ്രാധാന്യവും വിശദീകരിക്കുന്നു. ഈ ആശയങ്ങൾ വെറും സിദ്ധാന്തങ്ങൾ മാത്രമല്ല, അവ ദിവസേന ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. മനുഷ്യൻ തന്റെ ചിന്തകളെ ശരിയായ ദിശയിൽ നയിക്കുകയും സ്ഥിരമായ പരിശ്രമം തുടരുകയും ചെയ്താൽ സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണ നേട്ടങ്ങളിലേക്ക് ഉയരാൻ കഴിയുമെന്ന് ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മവിശ്വാസവും വിജയചിന്തയുടെ അടിസ്ഥാനവും. ഒരു വ്യക്തി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന രീതിയാണ് അവന്റെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. പലർക്കും കഴിവും അവസരങ്ങളും ഉണ്ടായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്. വിജയത്തിലേക്കുള്ള ആദ്യപടി സ്വന്തം കഴിവുകളിലും സാധ്യതകളിലും ഉറച്ച വിശ്വാസം വളർത്തുക എന്നതാണ്. ഒരു വ്യക്തി എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ അതിനു മുമ്പ് തന്നെ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ എനിക്ക് സാധിക്കും എന്ന ചിന്ത ഒരാളെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് അവൻ സ്വീകരിക്കുന്ന ചിന്തകളുടെ ദിശയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ വിജയിക്കും എന്നുറപ്പായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങും. വിജയിച്ച ആളുകളെ നോക്കൂ. അവർക്ക് മറ്റുള്ളവരെക്കാൾ പ്രത്യേകമായ കഴിവുകളുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തോന്നില്ലെങ്കിലും അവരുടെ ചിന്തയിൽ ഒരു ഉറച്ച വിശ്വാസം കാണാനാകും. ആത്മവിശ്വാസം ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു വികാരമല്ല, അത് ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ വളരുന്ന ഒരു മനോഭാവമാണ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും എനിക്കിത് ചെയ്യാനാകും എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വളരുന്നു. വിജയകരമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം സ്വന്തം മനസ്സിൽ സംശയത്തിന്റെ ശബ്ദം കുറയ്ക്കുകയും വിശ്വാസത്തിന്റെ ശബ്ദം ശക്തമാക്കുകയും ചെയ്യണം. മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം പലരെയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കാറില്ല. മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തടയുന്ന ഒരു ശീലത്തിലേക്ക് വീഴാറുണ്ട്. അത് കാരണങ്ങൾ കണ്ടെത്തൽ എന്നൊരു ശീലമാണ്. പലരും എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തപ്പോൾ പലവിധ കാരണങ്ങൾ ഉണ്ടാക്കുന്നു. സമയമില്ല, അവസരമില്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല, ഞാൻ അത്ര ബുദ്ധിമാനല്ല എന്നിങ്ങനെ നിരവധി വിശദീകരണങ്ങൾ അവർ കണ്ടെത്തും. ഈ രീതിയിലുള്ള ചിന്ത മനുഷ്യന്റെ വളർച്ചയെ തടയുന്ന ഒരു രോഗം പോലെയാണ്. ഒരാൾ
എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിനു മുമ്പ് തന്നെ അതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സ് പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടു പോകും. ഇത് ഒരു തരം സ്വയവഞ്ചനയാണ്. ഒരാൾക്ക് ശരിക്കും മുന്നോട്ടു പോകണമെങ്കിൽ അവൻ കാരണങ്ങൾ അന്വേഷിക്കാതെ പരിഹാരങ്ങൾ അന്വേഷിക്കും. ലോകത്തിലെ വലിയ വിജയങ്ങൾ നേടിയ ആളുകളെ നോക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെക്കാൾ നല്ല സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് കാണാം. പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസപരമായ പരിമിതികളും സാമൂഹിക തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർ വിജയിച്ചത് അവർ കാരണങ്ങൾക്കു പകരം അവസരങ്ങൾ കാണാൻ പഠിച്ചതിനാലാണ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തുടർച്ചയായി കാരണം കണ്ടെത്തുമ്പോൾ അവൻ സ്വന്തം ശക്തി കുറയ്ക്കുകയാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ഈ ശീലം മാറ്റണം. എനിക്ക് കഴിയില്ല എന്ന ചിന്തയെ എനിക്ക് പഠിക്കാം എന്ന ചിന്തയാക്കുമ്പോൾ ജീവിതം മാറിത്തുടങ്ങും. മനുഷ്യന്റെ കഴിവുകൾ സ്ഥിരമായ ഒന്നല്ല. അവ പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും വളരുന്ന ഒന്നാണ്. മനുഷ്യ ജീവിതത്തിലെ മറ്റൊരു വലിയ തടസ്സമാണ് ഭയം. പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മെ തടയുന്നത് പരാജയത്തിന്റെ ഭയമാണ്. ഈ ഭയം യഥാർത്ഥത്തിലുണ്ടായ അനുഭവങ്ങളെക്കാൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളിൽ നിന്നാണ് വളരുന്നത്. ഒരു ചെറിയ തെറ്റിനെ പോലും വലിയ പരാജയമായി കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു. തെറ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴുന്നു. എന്നാൽ വീഴുന്നു എന്ന കാരണം കൊണ്ട് അവർ നടക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നില്ല. മനുഷ്യ ജീവിതത്തിലെ വളർച്ചയും ഇതുപോലെ തന്നെയാണ്. ഭയം കുറയ്ക്കാനുള്ള മികച്ച മാർഗം പ്രവർത്തനമാണ്. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ നേരിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയം ക്രമേണ കുറയുന്നു. ഒരാൾക്ക് പൊതുയോഗത്തിൽ സംസാരിക്കാൻ ഭയമുണ്ടെങ്കിൽ ചെറിയ ഒരു കൂട്ടത്തിന്റെ മുന്നിൽ സംസാരിക്കാൻ തുടങ്ങാം. ചെറിയ ചെറിയ ശ്രമങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മനസ്സിലെ ഭയം പതുക്കെ അപ്രത്യക്ഷമാകും. ആത്മവിശ്വാസം വളർത്തുന്ന മറ്റൊരു പ്രധാന കാര്യം സെൽഫ് എസ്റ്റീം ആണ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് മറ്റുള്ളവർ നമ്മളെ കാണുന്ന രീതിയെയും കൂടെ സ്വാധീനിക്കുന്നു. ഒരാൾ താൻ വില കുറഞ്ഞവനാണെന്ന് കരുതുമ്പോൾ അവന്റെ പെരുമാറ്റവും സംസാരവും അതിനെ പ്രതിഫലിപ്പിക്കും. എന്നാൽ ഒരാൾക്ക് സ്വന്തം കഴിവുകളെക്കുറിച്ച് ബഹുമാനമുണ്ടെങ്കിൽ അവന്റെ സമീപനത്തിൽ ആത്മവിശ്വാസം കാണാം. അത് അവനെ ബഹുമാനത്തോടെ കാണാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പൊതു സവിശേഷത അവർ വലിയ രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ്. ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കാണുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കാറില്ല. വിജയം ആഗ്രഹിക്കുന്ന ഒരാൾ തന്റെ ചിന്തയുടെ പരിധി വികസിപ്പിക്കണം. വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണാൻ ഭയപ്പെടേണ്ടതില്ല. കാരണം വലിയ സ്വപ്നങ്ങൾ മനുഷ്യനെ കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. വലിയ ചിന്തകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയുള്ള സ്വപ്നങ്ങളായിരിക്കരുത്. അവയെ പ്രവർത്തനത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ തന്നെ കാണണം. ഒരു വ്യക്തി തന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ പോലും കൈവരിക്കാൻ കഴിയുന്നു. ഈ വിശ്വാസം മനുഷ്യനെ സാധാരണ നിലയിൽ നിന്ന് ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മനുഷ്യന്റെ ചിന്തകൾ അവന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. പ്രവർത്തനങ്ങൾ അവന്റെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നു. ശീലങ്ങൾ അവന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നു. ആത്മവിശ്വാസവും സൃഷ്ടിപരമായ ചിന്തകളും വളർത്തുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. ഒരു വ്യക്തി തന്റെ ചിന്തകളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ തന്റെ ജീവിതത്തിന്റെ ദിശയും നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. വിജയകരമായ ജീവിതത്തിന്റെ ആദ്യഘട്ടം മനസ്സിൽ വിശ്വാസം സ്ഥാപിക്കലാണ്. ഒരാൾ തന്റെ കഴിവുകളെ വിശ്വസിക്കുമ്പോൾ അവൻ ശ്രമിക്കാൻ തയ്യാറാകും. ശ്രമം തുടങ്ങുമ്പോൾ അവസരങ്ങൾ കാണാൻ തുടങ്ങും. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ വിജയം ക്രമേണ അടുത്തുവരും. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം സ്വന്തം മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. എനിക്ക് കഴിയും എന്ന ലളിതമായ വാക്യം പോലും ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാം. ഈ വിശ്വാസം വളരുമ്പോൾ മനുഷ്യൻ തന്റെ ഭയങ്ങളെയും സംശയങ്ങളെയും പിന്നിലാക്കി മുന്നോട്ടു പോകാൻ തുടങ്ങും. അപ്പോൾ അവന്റെ ജീവിതം പുതിയ സാധ്യതകളാൽ നിറയും. ആത്മവിശ്വാസവും ഭയത്തെ അതിജീവിക്കുന്ന ധൈര്യവും കാരണങ്ങൾക്കു പകരം പ്രവർത്തനത്തെ തിരഞ്ഞെടുക്കുന്ന മനോഭാവവും ഒരുമിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റമാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ തുടക്കം. വലിയ രീതിയിൽ ചിന്തിക്കുന്ന ശക്തി. മനുഷ്യന്റെ ജീവിതം അവൻ ചിന്തിക്കുന്ന രീതിയുടെ പ്രതിഫലനമാണ്.
ഒരാൾ എത്ര ദൂരമാണ് മുന്നോട്ടു പോകുന്നത് എന്നത് പലപ്പോഴും അവന്റെ കഴിവുകൾ മാത്രമല്ല നിശ്ചയിക്കുന്നത്, അവൻ ചിന്തിക്കുന്ന പരിധിയാണ് അത് നിശ്ചയിക്കുന്നത്. ചിലർ വലിയ അവസരങ്ങൾക്കിടയിലും ചെറിയ രീതിയിൽ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റു ചിലർ സാധാരണ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടു തന്നെ വലിയ ചിന്തകൾ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുന്നു. വലിയ രീതിയിൽ ചിന്തിക്കുക എന്നത് വെറും സ്വപ്നം കാണലല്ല, അത് സ്വന്തം കഴിവുകളെയും സാധ്യതകളെയും വലിയ വീക്ഷണകോണിലൂടെ കാണുന്നതാണ്. പലരും തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ചെറുതായി കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് എനിക്ക് പറ്റിയ കാര്യമല്ല, അല്ലെങ്കിൽ അത് വലിയ ആളുകൾക്ക് മാത്രമാണ് എന്ന ചിന്തകൾ അവരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നു. ഈ ചിന്തകൾ മനുഷ്യന്റെ കഴിവുകളെ പരിമിതപ്പെടുത്തുന്നു. എന്നാൽ ഒരാൾക്ക് തന്റെ മനസ്സിലെ ഈ പരിധികളെ മാറ്റാൻ കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങും. വലിയ രീതിയിൽ ചിന്തിക്കുന്നവർ സാധാരണ കാര്യങ്ങളെയും പുതിയ സാധ്യതകളുടെ കണ്ണിലൂടെ കാണുന്നു. അവർ പ്രശ്നങ്ങളെ വെറും തടസ്സമായി കാണുന്നില്ല, മറിച്ച് അത് പരിഹരിക്കാനുള്ള അവസരമായി കാണുന്നു. ഈ സമീപനം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ അവയെ കാണുന്ന രീതിയാണ് ഓരോരുത്തരെയും വേറിട്ട ആളുകളാക്കുന്നത്. സൃഷ്ടിപരമായ ചിന്തയും വലിയ വിജയങ്ങളുടെ അടിസ്ഥാനം തന്നെയാണ്. ഒരാൾ പതിവ് രീതികളിൽ മാത്രം ചിന്തിച്ചാൽ അവൻ സാധാരണ ഫലങ്ങൾ മാത്രം നേടും. എന്നാൽ പുതിയ വഴികൾ തേടാനും വ്യത്യസ്തമായി ചിന്തിക്കാനും തയ്യാറാകുമ്പോൾ അവൻ പുതിയ സാധ്യതകൾ കണ്ടെത്തും. മനുഷ്യന്റെ മനസ്സ് അത്യന്തം സൃഷ്ടിപരമായ ശക്തിയുള്ളതാണ്. അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങൾക്കും ലളിതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. സൃഷ്ടിപരമായ ചിന്ത വളരാൻ ആദ്യം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാനാകുമോ? ഇതിൽ നിന്ന് കൂടുതൽ നല്ല ഫലം എങ്ങനെ നേടാം? എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയ ആശയങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. ഈ ചിന്താരീതിയാണ് പല കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചത്. സൃഷ്ടിപരമായ ചിന്ത വളരാൻ ഒരു തുറന്ന മനസ്സ് ആവശ്യമാണ്. പലരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് പുതിയ ആശയങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. വിജയിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള മനോഭാവം എപ്പോഴും ഉണ്ടാകും. അവർ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലുള്ള പഠനം അവരുടെ ചിന്തയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. മനുഷ്യൻ തന്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നതും അവന്റെ വിജയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ തന്റെ കഴിവുകളെക്കുറിച്ച് കുറഞ്ഞ ധാരണയോടെ ജീവിക്കുമ്പോൾ അവൻ വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ തയ്യാറാകില്ല. എന്നാൽ ഒരാൾ തന്റെ കഴിവുകളെ വിലമതിക്കുമ്പോൾ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. നാം ആരാണ് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നു. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു. ഒരാൾ തന്റെ ജീവിതം സാധാരണ നിലയിൽ തന്നെ തുടരണമെന്ന് കരുതുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളും അതേ രീതിയിലായിരിക്കും. എന്നാൽ ഒരാൾക്ക് തന്റെ ജീവിതം കൂടുതൽ മികച്ചതാക്കാം എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ അവൻ പുതിയ അവസരങ്ങൾ അന്വേഷിക്കും. ഈ ചെറിയ മാറ്റം പോലും ജീവിതത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും. പലപ്പോഴും മനുഷ്യർക്ക് സ്വന്തം കഴിവുകളെ കുറച്ചു വിലയിരുത്തുന്ന ശീലമുണ്ട്. അവർ മറ്റുള്ളവരെ ഉയർന്ന നിലയിൽ കാണുകയും സ്വന്തം സാധ്യതകളെ ചെറുതായി കാണുകയും ചെയ്യുന്നു. എന്നാൽ സത്യത്തിൽ ഓരോരുത്തർക്കും പ്രത്യേകമായ കഴിവുകളും ശക്തികളും ഉണ്ടാകുന്നു. അവയെ തിരിച്ചറിയുകയും വളർത്തുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടുന്നു. വലിയ രീതിയിൽ ചിന്തിക്കുന്നവർ സാധാരണയായി ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അവർക്ക് മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെ താൽക്കാലികമായ ഒരു ഘട്ടമായി മാത്രം കാണുന്നു. ഈ സമീപനം അവരെ നിരാശയിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രതീക്ഷയുള്ള മനസ്സ് മനുഷ്യനെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. വലിയ ചിന്തകൾക്കൊപ്പം വലിയ മനസ്സും ആവശ്യമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനും അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും കഴിയുന്ന മനസ്സ് വളർത്തുമ്പോൾ നമ്മുടെ സ്വന്തം ചിന്തയും കൂടുതൽ സമ്പന്നമാകും. അസൂയയും താരതമ്യവും മനുഷ്യന്റെ ചിന്തയെ ചെറുതാക്കുന്നു. എന്നാൽ പ്രചോദനവും പഠനവും ചിന്തയെ വിപുലീകരിക്കുന്നു. ജീവിതത്തിൽ വളർച്ചയാഗ്രഹിക്കുന്ന ഒരാൾ തന്റെ ചിന്തയെ സ്ഥിരമായി വികസിപ്പിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പ്രചോദനമേകുന്ന ആളുകളുമായി ഇടപഴകുക, പുതിയ ആശയങ്ങളെ സ്വീകരിക്കുക എന്നിവയിലൂടെ ചിന്തയുടെ പരിധി വികസിപ്പിക്കാം. ഈ പ്രക്രിയ ഒരു ദിവസത്തിൽ പൂർത്തിയാകുന്ന ഒന്നല്ല, അത് ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു യാത്രയാണ്. വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യന്റെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടാകും.
അവൻ ചെറിയ പ്രശ്നങ്ങളിൽ കുരുങ്ങാതെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. അവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാകും. ഈ മാറ്റം പതുക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കും. വലിയ വിജയങ്ങളുടെ തുടക്കം വലിയ ചിന്തകളിലാണ്. മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഓരോ ചിന്തയും അവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. സൃഷ്ടിപരമായും പ്രതീക്ഷയോടെയും വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൂടുതൽ സമൃദ്ധവും അർത്ഥവത്തായതുമായി മാറും. ഈ ചിന്തയാണ് മനുഷ്യനെ സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ശക്തി. സാഹചര്യങ്ങളും മനുഷ്യബന്ധങ്ങളും വിജയത്തെ സ്വാധീനിക്കുന്ന വിധം. മനുഷ്യന്റെ ചിന്തയും സ്വഭാവവും അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഒരാൾ വളരുന്ന അന്തരീക്ഷം, അവൻ ഇടപഴകുന്ന ആളുകൾ, അവൻ ദിവസേന കേൾക്കുന്ന വാക്കുകൾ, ഇവയെല്ലാം ചേർന്നാണ് അവന്റെ ചിന്ത രൂപപ്പെടുന്നത്. വിജയകരമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾ തന്റെ ചുറ്റുപാടുകളെയും ബന്ധങ്ങളെയും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കേണ്ടതാണ്. നല്ല അന്തരീക്ഷം മനുഷ്യനെ ഉയരങ്ങളിലേക്ക് നയിക്കുമ്പോൾ നെഗറ്റീവ് അന്തരീക്ഷം അവനെ പിന്നോട്ട് വലിച്ചിഴയ്ക്കും. മനുഷ്യൻ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും സമൂഹത്തോടും ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ ബന്ധങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരാൾ സ്ഥിരമായി നിരാശയിലും വിമർശന ചിന്താഗതിയിലുമുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവന്റെ മനസ്സും അതേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ പ്രചോദനവും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്ന ആളുകളുടെ ഇടയിൽ കഴിയുമ്പോൾ അവന്റെ ചിന്തയിൽ ഉത്സാഹവും ആത്മവിശ്വാസവും വളരും. നമ്മൾ ആർക്കൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ചിന്തകൾ ഉള്ളവരോടും മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരോടും ഇടപഴകുമ്പോൾ നമുക്കും അതേ രീതിയിലുള്ള മനോഭാവം വളരാൻ സാധ്യത കൂടുതലാണ്. ശരിയായ ചുറ്റുപാടുകൾ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയാണ്. സാഹചര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുമെങ്കിലും അവയെ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ നമുക്കാവില്ല. എന്നാൽ അവയെ എങ്ങനെ സ്വീകരിക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ്. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ടുപേർ വ്യത്യസ്ത രീതിയിൽ മുന്നോട്ടു പോകുന്നത് പലപ്പോഴും കാണാം. ഒരാൾ അതിനെ ഒരു തടസ്സമായി കാണുമ്പോൾ മറ്റൊരാൾ അതിനെ ഒരു പഠനമായി കാണുന്നു. ഈ വ്യത്യാസമാണ് ഒരാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മറ്റൊരാളുടെ ജീവിതത്തെ അതേ നിലയിൽ നിലനിർത്തുന്നതും. വിജയകരമായ ജീവിതത്തിന് ആവശ്യമായ മറ്റൊരു പ്രധാന ഗുണം നല്ല സമീപനമാണ്. ഒരാൾ എന്ത് സാഹചര്യത്തിലായാലും അതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുമ്പോൾ അവൻ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള വഴികൾ കണ്ടെത്തും. എന്നാൽ സ്ഥിരമായി നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിക്കിടക്കുന്നവർക്ക് മുന്നിലുള്ള അവസരങ്ങൾ പോലും കാണാൻ സാധിക്കില്ല. മനസ്സിന്റെ സമീപനം ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മനുഷ്യബന്ധങ്ങൾ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു മേഖലയാണ്. ഒരാൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അവന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. സൗഹൃദപരവും ബഹുമാനപൂർവവുമായ സമീപനം മനുഷ്യരെ തമ്മിൽ അടുത്തുവരാൻ സഹായിക്കുന്നു. നല്ല ബന്ധങ്ങൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകാറുണ്ട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നല്ല ബന്ധങ്ങൾ വഴി എളുപ്പത്തിൽ സാധിക്കാം. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ല മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനമാണ്. പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ അഭിപ്രായം മാത്രം ശരിയാണെന്ന് കരുതി മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ വിജയകരമായ ബന്ധങ്ങൾ ഉണ്ടാകാൻ പരസ്പര ബഹുമാനവും സഹാനുഭൂതിയും ആവശ്യമാണ്. മറ്റുള്ളവരുടെ സ്ഥിതിയിൽ നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കൂടുതൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ശീലം വളർത്തണം. നല്ല വാക്കുകൾക്കും അഭിനന്ദനങ്ങൾക്കും മനുഷ്യരുടെ മനസ്സിൽ വലിയ ശക്തിയുണ്ട്. ചെറിയ ഒരു പ്രശംസ കൊണ്ടുപോലും ഒരാൾക്ക് പുതിയ ഉത്സാഹം നൽകാൻ കഴിയും. ഈ രീതിയിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് സമൂഹത്തിൽ കൂടുതൽ വിശ്വാസവും ബഹുമാനവും ലഭിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വിനയം പ്രധാനമാണ്. വിനയം എന്നത് സ്വയം ചെറുതായി കാണുന്നതല്ല, മറിച്ച് നമുക്കൊപ്പം മറ്റുള്ളവരുടെ മൂല്യവും അംഗീകരിക്കുന്ന മനോഭാവമാണ്. വിനയമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ പിന്തുണയും സഹകരണവും ലഭിക്കാൻ എളുപ്പമാണ്. ഇത് അവരുടെ ജീവിതത്തിലെ പല മേഖലകളിലും വിജയിക്കാൻ സഹായിക്കുന്നു. മനുഷ്യബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്തകളും സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും.
ഈ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമാകാം. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ സഹിഷ്ണുതയും ധൈര്യവും കാണിക്കുമ്പോൾ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റാതെ സമാധാനത്തോടെ സമീപിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. മനുഷ്യന്റെ സമീപനം അവന്റെ ചുറ്റുപാടുകളെയും സ്വാധീനിക്കുന്നു. ഒരാൾ സന്തോഷകരവും പ്രചോദനപരവുമായ സമീപനം സ്വീകരിക്കുമ്പോൾ അവന്റെ ചുറ്റുമുള്ള ആളുകൾക്കും അതിന്റെ സ്വാധീനം അനുഭവപ്പെടും. ഈ രീതിയിൽ ഒരാളുടെ മനോഭാവത്തിന് ഒരു സമൂഹത്തിന്റെ അന്തരീക്ഷത്തെയും മാറ്റാൻ കഴിയും. നല്ല ചിന്തകളും നല്ല വാക്കുകളും കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ജീവിതത്തിൽ വളർച്ചയാഗ്രഹിക്കുന്ന ഒരാൾ തന്റെ അന്തരീക്ഷത്തെയും ബന്ധങ്ങളെയും ശ്രദ്ധാപൂർവം പരിപാലിക്കണം. നല്ല ചിന്തകൾ വളരാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും മനുഷ്യബന്ധങ്ങളിൽ ബഹുമാനവും സൗഹൃദവും നിലനിർത്തുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ സമൃദ്ധമാകും. മനുഷ്യന് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. അവന്റെ വിജയത്തിൽ പലരുടെയും പിന്തുണയും സഹകരണവും അടങ്ങിയിരിക്കുന്നു. മനുഷ്യന്റെ വളർച്ചയ്ക്ക് ചിന്തയും പ്രവർത്തനവും മാത്രമല്ല, അവൻ ജീവിക്കുന്ന അന്തരീക്ഷവും ബന്ധങ്ങളും വലിയ പങ്ക് വഹിക്കുന്നു. നല്ല അന്തരീക്ഷവും ആരോഗ്യകരമായ ബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ കഴിവുകൾ കൂടുതൽ ശക്തിയായി പ്രകടമാകും. ഈ ഘടകങ്ങൾ ഒരുമിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്തായതും വിജയകരമായതുമായ ഒരു യാത്രയായി മാറുന്നു. പ്രവർത്തനം, ലക്ഷ്യങ്ങൾ, നേതൃചിന്ത. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും നല്ല ചിന്തകളും ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ അവ പ്രവർത്തനത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ അവയുടെ മൂല്യം വളരെ കുറവായിരിക്കും. മനുഷ്യന്റെ ചിന്തകൾ യഥാർത്ഥ ജീവിതത്തിൽ ഫലപ്രദമാകുന്നത് പ്രവർത്തനത്തിലൂടെയാണ്. വിജയകരമായ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ചിന്തകളെ പ്രവർത്തനമാക്കി മാറ്റുക എന്നതാണ്. ഒരാൾ എത്ര വലിയ ആശയങ്ങൾക്കുടമയായാലും അവ നടപ്പാക്കാനുള്ള ധൈര്യവും ശീലവുമില്ലെങ്കിൽ ആ ആശയങ്ങൾ മനസ്സിന്റെ പരിധിക്കുള്ളിൽ മാത്രം കുരുങ്ങിപ്പോകും. പലരും ഒരു കാര്യത്തെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും. എന്നാൽ പ്രവർത്തനം തുടങ്ങുന്നതിൽ അവർ മടിച്ചു പോകുന്നു. ചിലപ്പോൾ അവർ കൂടുതൽ നല്ല അവസരത്തിനായി കാത്തിരിക്കും. ചിലപ്പോൾ പൂർണ്ണമായ തയ്യാറെടുപ്പുണ്ടാകുന്നതുവരെ കാത്തിരിക്കും. എന്നാൽ ജീവിതത്തിൽ പൂർണ്ണമായ അനുയോജ്യമായ സമയം പലപ്പോഴും വരാറില്ല. മുന്നോട്ടു പോകുന്നവർ പ്രവർത്തനം ആരംഭിക്കുന്നവരാണ്. അവർ ചെറിയ ശ്രമങ്ങളിലൂടെ തന്നെ യാത്ര ആരംഭിക്കുകയും പിന്നീട് അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രവർത്തനം മനുഷ്യന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ്. ഒരാൾ ഒരു കാര്യത്തിൽ ശ്രമം തുടങ്ങുമ്പോൾ അവന്റെ മനസ്സിലെ സംശയങ്ങൾ കുറയാൻ തുടങ്ങും. ശ്രമങ്ങൾ വിജയത്തിലേക്കുള്ള വഴികളെ തുറക്കുകയും പുതിയ അനുഭവങ്ങൾ നൽകുകയും ചെയ്യും. ഈ അനുഭവങ്ങളാണ് പിന്നീട് വലിയ വിജയങ്ങൾക്ക് അടിത്തറയാകുന്നത്. പ്രവർത്തനത്തെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടായും ആത്മവിശ്വാസം വളർത്തുന്ന ശക്തിയായും കാണാം. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പരാജയത്തെ കാണുന്ന രീതിയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതും പിന്നോട്ട് നിർത്തുന്നതും. ചിലർ ഒരു പരാജയം നേരിടുമ്പോൾ അതിനെ അവസാനമായി കാണുന്നു. അവർ വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ വിജയികളായ ആളുകൾ പരാജയത്തെ ഒരു പഠനമായി കാണുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ പരാജയം ഒരു പാഠമാണ്, മുന്നോട്ടു പോകാനുള്ള ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള അവസരമാണ്. ഒരു ശ്രമം പ്രതീക്ഷിച്ച പോലെ ഫലം നൽകാതിരുന്നാൽ അതിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് ചിന്തിക്കണം. ഓരോ തെറ്റും മനുഷ്യനെ കൂടുതൽ പരിചയസമ്പന്നനാക്കുന്നു. ഈ പഠനങ്ങൾ അടുത്ത ശ്രമത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. പരാജയം ഒരു തടസ്സമല്ല, അത് വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ഈ മനോഭാവം മനുഷ്യനെ നിരാശയിൽ നിന്ന് രക്ഷിക്കുകയും തുടർച്ചയായി ശ്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം ദിശയില്ലാത്ത യാത്ര പോലെയാണ്. ഒരാൾക്ക് നേടേണ്ടത് എന്താണെന്ന് വ്യക്തമായി അറിയുമ്പോൾ അവന്റെ ശ്രമങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയും. ലക്ഷ്യങ്ങൾ മനുഷ്യനെ പ്രചോദിപ്പിക്കുകയും അവന്റെ ഊർജം ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടെയാകണം. വളരെ ചെറിയ ലക്ഷ്യങ്ങൾ മനുഷ്യന്റെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ സഹായിക്കില്ല. അതേസമയം യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ നിരാശയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വ്യക്തിയുടെ കഴിവുകളെയും സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ,
അവയുടെ ദിശയിൽ സ്ഥിരമായ ശ്രമം നടത്തുകയും വേണം. ദിനംപ്രതിയുള്ള ചെറിയ പുരോഗതികൾ പോലും കാലക്രമേണ വലിയ ഫലങ്ങൾ നൽകും. പല വലിയ വിജയങ്ങളും ഒരു ദിവസം സംഭവിച്ചതല്ല, അവ വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെ ഫലമാണ്. സ്ഥിരതയും സഹനവും വിജയത്തിലേക്കുള്ള യാത്രയിൽ വളരെ പ്രധാനമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ നയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിലും സമൂഹത്തിലും ജോലിയിടങ്ങളിലും ഒരാൾക്ക് തന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയും. ഈ സ്വഭാവമാണ് നേതൃചിന്തയുടെ അടിസ്ഥാനം. നേതൃത്വം എന്നത് അധികാരം പ്രയോഗിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതാണ്. നല്ല നേതാക്കൾ ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവയിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുന്നു. ഈ സമീപനം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂട്ടായ്മയുടെ ശക്തി വളർത്തുകയും ചെയ്യുന്നു. നേതൃത്വത്തിന്റെ മറ്റൊരു പ്രധാന ഗുണം ദീർഘവീക്ഷണമാണ്. ഒരു നേതാവ് നിലവിലെ സാഹചര്യങ്ങൾ മാത്രമല്ല കാണുന്നത്, ഭാവിയിലെ സാധ്യതകളെയും കാണാൻ ശ്രമിക്കുന്നു. ഈ ദീർഘവീക്ഷണം മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നു. ഒരു വ്യക്തിക്ക് തന്റെ ലക്ഷ്യങ്ങളെയും ദിശയെയും വ്യക്തമായി കാണാൻ കഴിയുമ്പോൾ അവൻ മറ്റുള്ളവർക്കും അതേ വ്യക്തത പകർന്നു നൽകുന്നു. മികച്ച നേതാക്കൾക്ക് വിനയവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാകും. അവർ വിജയത്തിന്റെ ക്രെഡിറ്റ് മാത്രം സ്വന്തമാക്കുന്നില്ല, ടീമിന്റെ ശ്രമങ്ങളെ അംഗീകരിക്കുന്നു. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമീപനം ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനവും ലക്ഷ്യബോധവും നേതൃത്വ ചിന്തയും ഒരുമിക്കുമ്പോൾ മനുഷ്യന്റെ വളർച്ച കൂടുതൽ വേഗത്തിലാകും. ചിന്തകൾ പ്രവർത്തനങ്ങളാകുമ്പോൾ അവ അനുഭവങ്ങളായി മാറും. ഈ അനുഭവങ്ങൾ വ്യക്തിയെ കൂടുതൽ ശക്തനും ബുദ്ധിമാനുമായി മാറ്റും. പിന്നീട് അവൻ തന്റെ അറിവും അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെച്ച് സമൂഹത്തിനും സംഭാവന നൽകുന്നു. വിജയകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം പ്രവർത്തനത്തിലാണ്. ആത്മവിശ്വാസം, വലിയ ചിന്തകൾ, നല്ല ബന്ധങ്ങൾ എന്നിവയൊക്കെ ചേർന്നാലും പ്രവർത്തനത്തിലൂടെ മാത്രമാണ് അവ യഥാർത്ഥ ഫലങ്ങൾ നൽകുന്നത്. വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്ന മനോഭാവത്തോടെയും മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യന്റെ ജീവിതം കൂടുതൽ അർത്ഥവത്തും വിജയകരവുമായ യാത്രയായി മാറുന്നു. മനുഷ്യന്റെ ജീവിതം മാറ്റുന്ന ഏറ്റവും വലിയ ശക്തി അവന്റെ ചിന്തകളിലാണ് അടങ്ങിയിരിക്കുന്നത്. ആത്മവിശ്വാസം വളർത്തുകയും വലിയ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുകയും നല്ല മനുഷ്യബന്ധങ്ങളും അനുകൂലമായ അന്തരീക്ഷവും സൃഷ്ടിക്കുകയും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനം തുടരുകയും ചെയ്യുമ്പോൾ ജീവിതം ക്രമേണ പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറും. ഈ ആശയങ്ങൾ വളരെ പ്രചോദനകരമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. മനുഷ്യന്റെ മനസ്സിലെ ശക്തിയെ വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും സ്വന്തം കഴിവുകളെ വിശ്വസിച്ച് ധൈര്യത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അത് വലിയ നേട്ടങ്ങളിലേക്കുള്ള ഒരു സഫലമായ യാത്രയാക്കി മാറ്റാൻ കഴിയും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.